ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു, ചെറിയ രീതിയിലെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എല്ലാവർക്കും ഗ്യാസൊക്കെ കിട്ടുന്നുണ്ടോ? ഗ്യാസിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് എല്ലാവരും വളരെയധികം എല്ലാവർക്കും നല്ല ഇതായിട്ടിരിക്കുകയാണ്, അല്ലേ? ആകെ പ്രശ്നങ്ങളാണ് ആർക്കും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്യാസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലത്തെ മണ്ണെണ്ണ സ്റ്റവ് കണ്ടോ, ഒരുപാട് 10-25 വർഷം മുമ്പുള്ളൊരു മണ്ണെണ്ണ സ്റ്റവാണ് ഇത്. നമ്മൾ ഉപേക്ഷിച്ച് വെച്ചിട്ടായിരുന്നു. ഇതിനെ നമ്മൾ അട്ടത്ത് കയറ്റി വെച്ചേക്കണത് മുതലായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വേഗം അട്ടത്ത് കയറ്റി വെച്ചേക്കണ ആ സ്റ്റവൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇതിനെ എന്താ പറയുക, തിരിയൊക്കെ പുതിയ തിരിയൊക്കെ വാങ്ങിയിട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ മണ്ണെണ്ണ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് അത് നമുക്ക് ഇപ്പോഴത്തെ സമയത്തേക്ക് ഉപകാരമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് പോയിക്കണം. നമ്മുടെ അടുപ്പൊക്കെ അവിടെ പുറത്ത് കത്തിച്ചിട്ടുണ്ട്, വിറകടുപ്പ്. ചോറ് അതിലെണ്ണ വെച്ചേക്കണത്. അപ്പോൾ ഇത് നമ്മൾ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഗ്യാസൊക്കെ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? അതോ പുറത്തടുപ്പ് കത്തിച്ചു, അത് നമുക്ക് വിറക് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഇവിടെ വിറകിനും ഭയങ്കര ക്ഷാമമാണ്, വിറക് കിട്ടാനും ഇല്ല, എന്നാൽ കിട്ടുന്നത് നല്ല വിലയെന്നൊക്കെയാണ് പറയണേ. നമുക്ക് വിറകില്ലാണ്ട് അല്ലെങ്കിൽ ഗ്യാസിലാണ്ടൊന്നും നമുക്ക് നടക്കില്ല, കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ പഴയ രീതിയിലേക്ക് ഇപ്പോൾ വീണ്ടും പോയിരിക്കണം കേട്ടോ. മണ്ണെണ്ണ സ്റ്റൗവിലൊക്കെ ഉപയോഗിച്ച് കുറേ വർഷം മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഗ്യാസില്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കി. ഇപ്പോൾ സ്ഥിതിയിൽ ഗ്യാസിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്ന സമയം നമുക്ക് നിർവാഹമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പുറത്തടുപ്പ് 3 കല്ലടുപ്പ് ഇവിടെ കൂട്ടി വെച്ചിട്ട് വെറുതെ ചോറ് വയ്ക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. അപ്പോൾ പുകടുപ്പോ അല്ലെങ്കിൽ വിറകടുപ്പൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ പുറത്ത് 2-3 കല്ല് അവിടെ വെച്ചിട്ട് ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറി നമ്മൾ ഇതിലേക്ക് വെക്കണം കേട്ടോ. സ്റ്റൗവിൽ കുറച്ച് മണ്ണെണ്ണയൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ വിറക് കിട്ടുന്നുണ്ടോ? അതോ ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ബുക്ക് ചെയ്യാൻ പോലും പറ്റണില്ല ഗ്യാസ്. മിക്കവാറും അങ്ങനെയാണ്. നിങ്ങളുടെയൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയുക, എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കറി വയ്ക്കണത് സോയ ചങ്ക്സാണ് കേട്ടോ. അപ്പോൾ നൊയമ്പൊക്കെ ആയ കാരണം നമ്മൾ സോയ ചങ്ക്സാണ് ഇപ്പോൾ വയ്ക്കുന്നത്. അപ്പോൾ സബോളയും അതൊക്കെ ഇട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റി പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ. അത് കഴിഞ്ഞ് അതെല്ലാം കൂടി ഇളക്കിയിട്ട് ഇതിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ സോയ ചങ്ക്സിനെ വേവിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എന്താ പറയുക, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ അവിടേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ വിറക് കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ഇതായിട്ടുണ്ട്, കുറേശ്ശെ ഞാൻ തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. സോയ ചങ്ക്സ് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കൂട്ടാൻ സെറ്റായി. ഇത് നമുക്ക് നമ്മുടെ ചോറിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ തീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ അവസ്ഥ. ചോറൊക്കെ വെന്തോ, തീ അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അല്ലെങ്കിൽ പിന്നാലെ നമ്മുടെ തീ പോരും, പിന്നാലെ വിറകായതുകൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ചോറൊക്കെ വേവും കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ പോയപ്പോഴേ ഇവിടെ തീ ഒന്ന് പന്നിപ്പോയി. ഞാൻ വീണ്ടും കത്തിച്ചേക്കണം കേട്ടോ. കുറച്ചും കൂടി മിനിറ്റിനുള്ളിൽ വേഗം ആവും. അപ്പോൾ നമ്മുടെ പണ്ടത്തെ അമ്മമാരുടെ കഷ്ടപ്പാട് നമ്മളിപ്പോൾ മനസ്സിലാക്കണം. എന്താ പറയുക, പുറത്ത് വിറകടുപ്പ് കത്തിക്കലും അന്നൊന്നും ഗ്യാസൊന്നും ഉണ്ടാകുന്നില്ലല്ലോ പണ്ട് കാലത്തൊന്നും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഗ്യാസിലാണ് ജീവിക്കാനും പറ്റാത്ത അവസ്ഥയായി. എന്നാൽ നമുക്കിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മണ്ണ സ്റ്റവിലേക്കും പഴയ നമ്മുടെ വിറകടുപ്പിലേക്കൊക്കെ പോവാണ്. ഇനി നമുക്ക് ചോറൊന്നും കൂടി നോക്കാം. ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റിയെടുക്കാം. ഉപ്പിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഊറ്റിയെടുക്കാം. ഇപ്പോൾ നല്ല കഷ്ടപ്പാടാണ് എല്ലാവർക്കും. എന്താ പറയുക, വിറകും കിട്ടാനില്ല, ഗ്യാസും കിട്ടാനില്ല. അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരു പ്രശ്നമാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. ചോറും കറിയും കൂട്ടാനൊക്കെ നമ്മൾ എങ്ങനെ വെക്കാൻ പറ്റണേ, ഇതില്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ചോറ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ചോറിൽ ഉപ്പൊക്കെ ഇടും കേട്ടോ. ഉപ്പിടാറുണ്ട്. മിക്കവരും ചോറിൽ ഉപ്പൊന്നും ഇടാറില്ല.
എൻ്റെ വീട്ടിലെ അമ്മ അവിടെ ചോറിൽ ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും വേണം, ഉപ്പൊക്കെ വേണം. അങ്ങനെ നമ്മുടെ ചോറ് അതിൻ്റെ ഇന്നത്തെ ഒരു സോയാ ചങ്ക്സ് കൂട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഈ തീയുടെയും പുകയുടെയും ഉള്ളിൽ നമ്മൾ ഉള്ള കഷ്ടപ്പാടൊന്നും നമുക്കിപ്പോൾ ഒന്നുമല്ല. പല കാര്യങ്ങളും പുറത്തത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതൊന്നുമല്ല, നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. അത് മറ്റൊരു കാര്യമാണ്. കഷ്ടപ്പാടൊന്നും അവരുടെ ഉള്ളിൽ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് ഒന്നുമല്ല. നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് ആശ്വസിക്കാം. കണ്ണൊക്കെ നീറുന്നു കേട്ടോ. എന്താ പറയുക, ഈ പുകയുടെ ഉള്ളിലൊക്കെ നിന്നിട്ടേ അതിൻ്റെയാണ്. അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ടാലും നമുക്ക് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഗ്യാസ് ഇല്ലെങ്കിലും നമ്മൾ ഇതിനെ അതിജീവിക്കും. നമ്മൾ പഠിച്ചു. അതേ പണ്ടത്തെ അമ്മമാരുടെ കഷ്ടപ്പാടൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞു. എന്നാലും എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വേഗം നടക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടുത്തെ യുദ്ധം അവസാനിക്കാനും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ പണ്ടത്തെ രീതിയിലേക്ക് അവസ്ഥയിലേക്ക് പോയി അവിടെ സമാധാനപൂർണ്ണമായ ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവിടുത്തെ മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ബായ്.